ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രാചീന മതങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചും അവയിലൂടെ ദൈവസന്നിധിയിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുവാനും ദൈവഭക്തിയിൽ വളർത്തുവാനും ഉള്ള ക്രമീകരണങ്ങളെക്കുറിച്ചും നാം കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. അതോടൊപ്പം തന്നെ കാലത്തിൻ്റെ കുതിച്ചോട്ടത്തിൽ ഭക്ഷണം വെടിയലിനെ മറ്റ് പല കാര്യങ്ങൾക്കായിട്ട് ഉപയുക്തമാക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സാധാരണ ഉപവാസമെന്ന് പറയുമ്പോൾ ഭക്ഷണം വെടിയൽ എന്നാണ് അർത്ഥമെങ്കിലും എപ്പോഴും ഉപവാസം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിലൊരു ആത്മീയ പരിവേഷമുണ്ട്. അങ്ങനെ പല രീതികളിൽ പല കാര്യങ്ങൾക്കായിട്ട് ഉപവാസം ഉപയോഗിച്ചിരുന്ന അവസ്ഥ നമുക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ അതിലൊക്കെയും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും പ്രാധാന്യം നിറഞ്ഞതുമായ കാര്യം ഈ ഭക്ഷണം വെടിയലിനെ ഭൗതികമായ നന്മകൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഉപവാസമെന്ന നാമധേയത്തിൽ ആത്മീയ പരിവേഷം ചാർത്തുന്ന ഒരു പ്രക്രിയയാണ്. വാസ്തവത്തിൽ ഭക്ഷണം വെടിയുക എന്നത് ഉപവാസം എന്നുള്ള അർത്ഥമാണ്. അതിനൊരു ആത്മീയമായ ഭാവമുണ്ട്. എന്നാൽ അത് ഇന്നത്തെ ലോകത്തിൽ കൂടുതലായി ഉപയുക്തമാക്കപ്പെടുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ ഭൗതികമായ ലക്ഷ്യങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടും സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നതിന് വേണ്ടിയിട്ടും ഭക്ഷണം വെടിയുന്ന പ്രക്രിയ അത് മതനേതാക്കന്മാരായാലും സാധാരണ ജനങ്ങളായാലും ജനനേതാക്കന്മാരായിരുന്നാലും അതിന് ഒരിക്കലും ആത്മീയമായിട്ടുള്ള ഒരു പ്രസക്തിയില്ല. വാസ്തവത്തിൽ അങ്ങനെയുള്ള ഭക്ഷണം വെടിയലുകളെ നാം വിളിക്കുന്നത് നിരാഹാര സമരമെന്നാണ്, സത്യാഗ്രഹ സമരം. നാം അതിനെക്കുറിച്ച് വളരെയധികം ബോധവാന്മാരാണ്. കാരണം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് മഹാത്മാഗാന്ധിജി ഉപയോഗിച്ചിരുന്ന അതിമഹത്തായിട്ടുള്ള ആയുധമാണ് ഈ ഉപവാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള സത്യാഗ്രഹ സമരമായിരുന്നു. സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ സത്യത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള സമരം. അപ്പോൾ ഇന്ന് ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് മതപരമായിരുന്നാലും ലൗകികമായിരുന്നാലും അവിടെ ഉപവാസമെന്ന് പറയുന്ന കാര്യം വാസ്തവത്തിൽ സത്യാഗ്രഹ സമരമാണ്. അപ്പോൾ രണ്ടിനെയും രണ്ടായിട്ട് നാം വേർതിരിച്ച് കാണേണ്ടിയിരിക്കുന്നു. സത്യാഗ്രഹ സമരം സഹന സമരമാണ്. സത്യാഗ്രഹ സമരം അത് നിരാഹാര സത്യാഗ്രഹമാണെങ്കിൽ ആ നിരാഹാര സത്യാഗ്രഹം മനുഷ്യരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ തക്കവണ്ണം മനുഷ്യരെ ഭരിക്കുന്ന വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ അപ്രകാരമുള്ള അധികാരങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനും അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുവാനുമുള്ള ഒരു വലിയ ആയുധമായിട്ടാണ് ഈ നിരാഹാര സത്യാഗ്രഹ സമരത്തെ ഉപയുക്തമാക്കുന്നത്. അപ്പോൾ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അവിടെയും നാം ഭക്ഷണം വർജിക്കുകയാണ്. പക്ഷേ അതൊരിക്കലും ഒരവകാശം നേടിയെടുക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുവാനോ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തുവാനോ അല്ല. അപ്പോൾ ഇവൻ ആത്മീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും ഉപവാസ പ്രാർത്ഥന നടത്തുമെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രസക്തിയും ആത്മീയമായിട്ടില്ല. കാരണം ഉപവാസ പ്രാർത്ഥന എന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം വിഭാവനം ചെയ്തിട്ടുള്ളതും അതിൻ്റേതായിട്ടുള്ള തത്വങ്ങളും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള രീതികളും ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് എപ്രകാരമുള്ള ഉപവാസമാണ് പ്രസാദകരമായിരിക്കുന്നതും ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള ഉപവാസങ്ങളെയാണ് ദൈവം അനുഗ്രഹിക്കുന്നതും അംഗീകരിക്കുന്നതും ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മത നേതാക്കന്മാർ പോലും അവർ ഏത് മതത്തിൽപ്പെടുന്നവരായിരുന്നാൽ പോലും ആത്മീയമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ അവരെ ഉപവാസം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ആത്മീയമായ ഉപവാസമല്ല, പിന്നെയോ അത് നിരാഹാര സത്യാഗ്രഹ സമരമാണ്. ഈ നിരാഹാര സത്യാഗ്രഹ സമരവും ഉപവാസ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം, നിരാഹാര സത്യാഗ്രഹ സമരങ്ങൾ അത് മനുഷ്യൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യൻ നിയമിച്ചിരിക്കുന്നതും അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നതുമായിട്ടുള്ള അധികാരികളിൽ നിന്നും അവകാശങ്ങളും ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അപ്രകാരമുള്ള വലിയ വലിയ കാര്യങ്ങൾ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം ചെലുത്തുന്ന സമരങ്ങളാണ്. അത് സമ്മർദ്ദ തന്ത്രങ്ങളാണ്. അങ്ങനെ പല കാര്യങ്ങളും അതിനുണ്ട്.
പക്ഷെ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാം ചിന്തിക്കുന്നത് അഹിംസയാണ് അതിൻ്റെ മുഖമുദ്ര എന്ന് പലപ്പോഴും പറയാറുണ്ട്. കാരണം വേറെ വയലൻസ് ഇല്ല, വേറെ യാതൊരു രീതിയിലുള്ള സംഘടനയൊന്നുമില്ലാതെ ഒരാൾ വ്യക്തിപരമായിട്ട് സത്യത്തിൻ്റെ താല്പര്യത്തിലൂടെ ഉപസിക്കുന്നു. അതാണ് സത്യാഗ്രഹ സമരം, നിരാഹാര സത്യാഗ്രഹ സമരം. പക്ഷേങ്കിൽ അതേ സമയത്ത് തന്നെ ആ നിരാഹാരം നാം കിടക്കുമ്പോൾ, സത്യാഗ്രഹം കിടക്കുമ്പോൾ അത് ആത്മാഹൂതിക്കുള്ള ഒരു പ്രേരണ കൂടിയാണെന്നുള്ളത് പലപ്പോഴും പലരും മറന്നു പോകുന്നു. കാരണം താങ്കളുടേതായിട്ടൊരു ലക്ഷ്യം സാധിച്ചില്ലെങ്കിൽ അവസാനം അത് തീരുന്നത് ഒരു വ്യക്തിയുടെ മരണത്തിലാണ്. അപ്രകാരം ഉപവാസം ആരംഭിച്ച് ഇതുപോലെയുള്ള ലൗകികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് ഉപവാസം ആരംഭിച്ച് ദിവസങ്ങളല്ല ആഴ്ചകൾ നീണ്ടു നിന്ന് അവസാനം മരണം വരിച്ച ഒരുപാട് പേരെ നമുക്ക് ചരിത്രത്തിൽ കാണുവാനായിട്ട് കഴിയും. അവരൊന്നും ഒരു ഉപവാസ സമരം അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന നടത്തിയിരുന്നത്, പിന്നെയോ നിരാഹാര സത്യാഗ്രഹ സമരമാണ്. അങ്ങനെയാണ് അവർ മരണപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നാം പറയുമ്പോൾ ഒരു ആത്മഹത്യക്ക് തുല്യമായ കാര്യമാണ്. ആത്മാഹൂതി സ്വയമായിട്ട് അവർ ഏറ്റെടുക്കുകയാണ്. ആ ആത്മാഹൂതി ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ സമ്മർദ്ദം ഉപയോഗിക്കുമ്പോൾ ആ സമ്മർദ്ദം വിലപ്പെടുന്നില്ലെങ്കിൽ അവർ സ്വയമായിട്ട് മരിക്കുകയാണ്. അത് സ്വയമായിട്ട് ദൈവഹിതമല്ലാതെ, ദൈവത്തിൻ്റെ നിയമമല്ലാതെ, സ്വാഭാവിക മരണമല്ലാതെ നടക്കുന്ന സ്വയം തീരുമാനത്തിലുള്ള നടക്കുന്ന എല്ലാ മരണങ്ങളും ആത്മഹത്യയുടെ പട്ടികയിൽ വരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പൊട്ടി ശ്രീരാമലു ആന്ധ്രാപ്രദേശ് അനുവദിച്ച് ലഭിക്കുന്നതിന് വേണ്ടി ഇപ്രകാരം ഭക്ഷണം വെടിഞ്ഞ് നിരാഹാര സമരം നടത്തി മരണം വരിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമരങ്ങൾക്ക്, നിരാഹാര സത്യാഗ്രഹ സമരങ്ങൾക്ക് ഒരിക്കലും നമുക്ക് ആത്മീയമായ ഒരു വില കൽപ്പിക്കുവാനും സാധ്യമല്ല. അധികാരികളുടെ മുട്ടുമടക്കിക്കുവാനും അവരിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുവാനും തക്കവണ്ണം ഇപ്രകാരം നിരാഹാര സത്യാഗ്രഹം നടത്തുന്ന വ്യക്തികൾക്ക് ആത്മീയമായ ഉപവാസ പ്രാർത്ഥന എന്ന് പറയാനുള്ള അവകാശവും അനുവാദവുമില്ല. കാരണം ഉപവാസം എന്ന് പറയുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയിരിക്കുന്ന മഹാപരിശുദ്ധമായിട്ടുള്ള ഒരു വലിയ വേദിയാണ്. നാം പഠിക്കുമ്പോൾ ദൈവമാണ് മനുഷ്യനോട് ഉപവസിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യനോട് ദൈവം ഉപവസിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഏദൻ തോട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനുഷ്യ സൃഷ്ടി ഏതാണ്ട് BC 4004 അല്ലെങ്കിൽ BC 3940 ഇടയ്ക്കാണ് ഏദൻ തോട്ടം സൃഷ്ടിച്ചത്, മനുഷ്യനെ അവിടെ പ്രതിഷ്ഠിക്കുന്നത്. അങ്ങനെ അവനെ ഏദൻ തോട്ടത്തിൽ പ്രതിഷ്ഠിച്ച് ആദ്യമായിട്ട് അവൻ ചെയ്തത് അവൻ പാപം ചെയ്യുന്നുള്ളതാണ്. ദൈവത്തിൻ്റേതായിട്ടുള്ള കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് അനുസരിക്കാതെ അവൻ പാപം ചെയ്ത് അവൻ ഏദൻ തോട്ടത്തിന് ദൈവം അവനെ പുറത്താക്കുകയാണ്. അങ്ങനെ അവനെ ദൈവം നശിപ്പിച്ചില്ല, കൊന്നില്ല. പിന്നെ അവന് വീണ്ടും ജീവിക്കുവാൻ അവകാശം കൊടുത്ത് അവന് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഏദൻ തോട്ടത്തിന് പുറത്തു കൊടുത്താണ് അവനെ വളർത്തുന്നത്. അവനെ പെറ്റുപെരുകി അവന് പിന്നെയും വർദ്ധിച്ചപ്പോൾ അവിടെയും പാപമാണ് ഈ മനുഷ്യനെ മുഴുവൻ വഷളാക്കുന്നത്. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലുത് ദൈവം കണ്ടു നോഹയുടെ കാലത്ത്. കാരണം ഇവരുടെ പാപങ്ങൾ നിമിത്തം ആ ജനത മുഴുവൻ, ദൈവത്തിൻ്റെ സൃഷ്ടി മുഴുവൻ പാപത്തിൽ മുങ്ങിപ്പോയപ്പോൾ ദൈവത്തിന് മറ്റ് പോംവഴി ഇല്ലാതിരുന്ന ദൈവം ഒരു മഹാപ്രളയത്തിൽ ഭൂതലത്തെ സകല ജീവജാലങ്ങളെയും മനുഷ്യനെയും നശിപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. പെട്ടകത്തിൽ, നോഹ പണിത പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേർ മാത്രമാണ് പിന്നീട് ഭൂതലത്തിൽ അവശേഷിച്ചിരുന്നത്. ബാക്കി എല്ലാ ജീവജാലങ്ങളെയും 40 ദിവസം നീണ്ടുനിന്ന ആ മഹാപ്രളയത്തിൽ ദൈവം കൊന്നൊടുക്കിയെന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. മുഴുവനെയും നശിപ്പിച്ചു. ആകെ ബാക്കി ഉണ്ടായിരുന്നത് നോഹയും അവൻ്റെ ഭാര്യയും അവൻ്റെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും. അങ്ങനെ 8 പേര് മാത്രമാണ് ഈ ഭൂതലത്തിൽ ശേഷിച്ചത്. ദൈവം പിന്നെയും അവരെ അനുഗ്രഹിച്ചു. അവർ പെറ്റുപെരുകി. വീണ്ടും അവർ പെറ്റുപെരുകി കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ പാപത്തിലേക്ക് വീഴുകയാണ്. അങ്ങനെ പാപത്തിലേക്ക് വീണ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം പല കാര്യങ്ങളും പരിശ്രമിച്ചു. ഇവരെ മിസ്രൈമെ അടിമത്തത്തിൽ വിട്ടു, പല കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ നടന്നു. പക്ഷേ ഇവയൊന്നും ദൈവസന്നിധിയിലേക്ക് ഇവരെ മടക്കി കൊണ്ടുവരുവാനായിട്ടുള്ള മുഖാന്തരങ്ങളായിരുന്നില്ല. അവർ മിസ്രൈമ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ ദൈവം അവർക്ക് ആ പാപത്തിൽ വീണ് അവരെ ഇനിയും നശിപ്പിക്കാതിരിക്കുവാൻ തക്കവണ്ണം അവർക്ക് 10 കൽപ്പനകൾ നൽകുന്നുണ്ട്. ആ 10 കൽപ്പനകൾ ലഭിച്ചു. പക്ഷേങ്കിൽ കൽപ്പന ലഭിച്ചതല്ലാതെ ഇവർ കൽപ്പനകൾ അനുസരിക്കുന്നില്ല. അങ്ങനെ വീണ്ടും വീണ്ടും മനുഷ്യനെ ശിക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് ദൈവം അവരുമായിട്ട് ഒരു ഉഭയസമ്മതം ചെയ്യുവാൻ തക്കവണ്ണം, മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ച് അവന് ബോധം വന്ന് ദൈവസന്നിധിയിലേക്ക് മടങ്ങുവാൻ തക്കവണ്ണം, അവന് നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം കൽപ്പിച്ച ഒരു ഉപാധിയാണ്
ഒരു പ്രതിവിധിയാണ് ഉപവാസ പ്രാർത്ഥന. Yesterday we were discussing about how abstinence from food or fasting was utilized for different purposes by man. Now, in today's modern world, what we find is that this particular discipline of abstinence from food is used by people for their worldly gains and ends, to get political mileage, to get their own rights to be established. So to get their rights established, we find that people fast. This fasting, however, has no relationship with the fasting prayer prescribed by God or which are observed by other religions. When we see such fasting prayers or such fasting prayers which are observed by people to gain their own worldly ends, we don't call them fasting prayers. They are fastings, all right, because they abstain from food. They are called as hunger strikes. So we find that hunger strikes are entirely different from fasting prayers. Hunger strikes are done so that people can get their rights and to draw their attention and to keep pressure upon the rulers so that they get their worldly ends, their rights, to establish their rights, to get justice, in so many ways, to get a mandate from the rulers. They want to use this hunger strike as a weapon to pressurize the governments or the leaders to concede to their demands or their rights. Whereas when we talk of a fasting prayer, it has nothing to do with the earthly governments or earthly rulers. It is a process between the Almighty God and the sinful man. The purpose is entirely different. Here we are going to fight in this world with fasting hunger strikes to gain our rights. Even spiritual people fast and they claim the fasting to be spiritual. They do not take food, they abstain from food and they call it a fasting. But that fasting is not fasting, it's simply a hunger strike. Let it be done by any religious man, it is a hunger strike. Whereas a fasting prayer is done before God with certain principles which are laid down before God. Many a time we find people misrepresenting or misunderstanding hunger strikes for fasting prayers. It's the Almighty God who had instituted fasting prayers. You see, we find that man was created around 4000 BC. And then again afterwards we find that Adam and Eve were thrown out of the Garden of Eden. And then they multiplied and then you know about the great flood when God found that man's wickedness was so great. He chose Noah and asked him to build an ark, and we find the entire world was destroyed except Noah and his family. So even after that the people were again falling into sin. The 10 commandments were given to them. Even that they were not observing. And finally, God wanted man to reconcile with him. You see, he wanted man to mend his broken relationship with God. That is the most important. So, it is for that he had instituted the fasting prayer. If you could read Leviticus chapter 16 verse 29, we can really understand that. And this shall be a statute forever unto you, that in the 7th month on the 10th day of this month, ye shall do no work at all, whether it be one of your own country or to a stranger, so some among you. So you are not supposed to do any work. It is going to be a Sabbath to you. You are going to observe a day of fasting. This is what God has instituted so that man can come to God and examine himself to see where exactly is wrong. In his busy schedule of life, many a time, he doesn't have time to think over the sins, what he is doing. He doesn't look back at the great kindness and mercy that is enjoying from God. So
God wanted him to come to him on a particular day and then be with him. Not only the entire community all together. It's a corporate fast. So he tells them that they should come on the 7th month, set a date on the 10th day, and they have to fast before him. That means from the 9th sunset to the 10th sunset, they have to fast before God. ഇതാണ് ദൈവം അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നിയമം. കാരണം താൻ അവരെ ശിക്ഷിച്ചു, നശിപ്പിച്ചു, കൽപ്പനകൾ നൽകി. ഇതുകൊണ്ടൊന്നും ആ പാപത്തിൽ നിന്ന് വിട്ടുതിരിയുവാൻ തക്കവണ്ണം മനുഷ്യൻ കഴിഞ്ഞില്ല. അവർ പാപത്തിലൂടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. അപ്പോൾ ഈ അകന്നു പോകുന്ന മനുഷ്യനെ വീണ്ടും അടുപ്പിക്കുവാനും തൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാനും തക്കവണ്ണം ദൈവം അവർക്ക് വീണ്ടും ഒരവസരം ഒരുക്കുകയാണ്. നാം കാണുന്നുണ്ട്, ലേവ്യ പുസ്തകം 16-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. 7-ാം മാസം 10-ാം തീയതി നിങ്ങൾ ഉപവസിച്ച് ആത്മതപനം ചെയ്യണം. സ്വദേശിയും നിങ്ങളിടയിൽ പാർക്കുന്ന പരദേശിയും യാതൊരു വേലയും ചെയ്യരുത്. അപ്പോൾ ഒരു ആത്മതപനത്തിൻ്റെ ആവശ്യം, അതായത് പശ്ചാത്താപത്തിൻ്റെ, അനുതാപത്തിൻ്റേതായിട്ടുള്ള ഒരു വലിയ അനുഭവം നിങ്ങൾക്ക് അവിടെ ഉണ്ടാകണം. നിങ്ങൾ മടങ്ങി വരണം. നിങ്ങൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിക്കണം. അങ്ങനെ വീണ്ടും എൻ്റെ സന്നിധിയിലേക്ക് വന്ന് നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കഴിഞ്ഞ് വിശുദ്ധി പ്രാപിച്ച് ആ പവിത്രവും പരിശുദ്ധവുമായിട്ടുള്ള ദൈവത്തിൻ്റെ ബന്ധത്തിന് മുൻപോട്ട് പോകാത്തക്കൊണ്ട് ദൈവം അവരെ ആഹ്വാനം ചെയ്യുകയാണ്. 30-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ സകല പാപത്തെ നീക്കി ശുദ്ധീകരിക്കുന്നതിനായിട്ടാണ് നിങ്ങൾ വരുന്നത്. അപ്പോൾ ഈ പ്രക്രിയ ദൈവസന്നിധിയിലേക്ക് എല്ലാവരും വന്നൊരു ശബദമായിട്ട് ആഘോഷിക്കണം. അത് അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ പാപങ്ങൾ കഴുകിക്കളയുക മാത്രമല്ല, പശ്ചാത്തപിക്കണം. ആത്മതപനം, ഇംഗ്ലീഷിൽ അഫ്ലിക്റ്റ് യുവർ സോൾസ് എന്നാണ് പറയുന്നത്. അത് ആത്മാവിൽ തപനമുണ്ടാകണം, ദുഃഖമുണ്ടാകണം. ദൈവത്തിനെതിരായിട്ട് അവർ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച്, ദൈവകൽപ്പനയെ അനുസരിക്കാതെ അവർ തങ്ങളുടേതായ വഴിയിൽ പോയതിനെക്കുറിച്ച് അവർക്ക് പശ്ചാത്താപമുണ്ടാകണം, അവർ ദുഃഖിക്കണം. അങ്ങനെ അനുതാപമുണ്ടായ ശേഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരപ്പ് പ്രാപിക്കണം. അപ്പോൾ ഈ നിരപ്പിൻ്റേതായിട്ടുള്ള വലിയൊരു ശുശ്രൂഷയാണ് ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതാ മുൻപോട്ട് പോകുമ്പോൾ ഇത് നിങ്ങൾക്ക് അത് ഒരു ശബത്തായിരിക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. എല്ലാ ജോലിയും മാറ്റിവെച്ചിട്ട് യാതൊരു ജോലി ദൈവസന്നിധിയിൽ മാത്രം വേർതിരിച്ച് ഇരിക്കുവാൻ തക്കോണം ഒരു ദിവസം മാറ്റിവെക്കുന്ന പ്രക്രിയ ഇന്നും യഹൂദ ജനത ഇത് ആചരിക്കുന്നുണ്ട്. അതിന് പറയുന്നത് യോം കിപ്പൂർ ഫാസ്റ്റിംഗ് എന്നാണ്. ഈ യോം കിപ്പൂർ ഫാസ്റ്റിംഗ് അവർ ഇന്നും അനുഷ്ഠിക്കുന്നുണ്ട്. ഒരു ദിവസം മറ്റെല്ലാം വെടിഞ്ഞ് എല്ലാം മാറ്റിവെച്ച് അവർ ദൈവസന്നിധിയിൽ ഇരുന്ന് ആത്മതപനം ചെയ്യുന്ന വലിയൊരു അനുഭവമുണ്ട്. അപ്പോൾ ഇതാണ് ഉപവാസ പ്രാർത്ഥനയുടേതായിട്ടുള്ള പശ്ചാത്തലം. എല്ലാം വെടിഞ്ഞ് എല്ലാം മറന്ന് ഉള്ളൊരു കാര്യം മാത്രമല്ല, ദൈവം പറയുന്നത് ഇത് എന്നേക്കുമായുള്ളൊരു ചട്ടമാണ്. ഇത് ഒരു ദിവസത്തേക്കല്ല, ഒരു മാസത്തേക്കല്ല, ഒരു പഴയ നിയമകാലത്തേക്കല്ല, എന്നേക്കുമായിട്ടുള്ള ഒരു ചട്ടമാണ്. ഇത് പഴയ നിയമത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യം മാത്രമല്ല, ദൈവം ഇപ്രകാരം ഉപവസിക്കുവാൻ പറയുന്നത് മറ്റ് പല കാര്യങ്ങളും പറഞ്ഞ ശേഷമാണ്. ഒന്നാമത് അവർ ഹോമയാഗം കഴിക്കണം, രണ്ടാമതായിട്ട് ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം, ഇങ്ങനെ അനേകമായ യാഗങ്ങൾ കഴിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് സുദൃഢത വരുത്തി കഴിഞ്ഞ ശേഷമാണ് ഈ ബന്ധങ്ങളെ, ഈ യാഗങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് ആവശ്യമായിരിക്കുന്നത് വ്യക്തികൾ ദൈവസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ കടന്നു വരണമെന്നുള്ളതാണ്. ദൈവസന്നിധിയിലേക്ക് ഒരു വ്യക്തിക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ അവന് വിശുദ്ധി പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. അപ്പോൾ ആ വിശുദ്ധി പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എവിടെയാണെന്ന് അവൻ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ അവൻ ദൈവസന്നിധിയിൽ ഇരിക്കണം. ദൈവസന്നിധിയിൽ ഇരുന്നതിന് ശേഷം അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ പരിശോധിക്കാനുള്ള സാവകാശം ഉണ്ടാകണം. ഇത് സാധാരണഗതിയിൽ ഒരു 2 മണിക്കൂർ പ്രസംഗയോഗത്തിലോ അല്ലെങ്കിൽ 2-3 മണിക്കൂർ നടക്കുന്ന ഒരു ആരാധനയിലോ മാത്രം നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ യോം കിപ്പൂർ ഉപവാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാപപരിഹാര ദിനമെന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന ആ ദിവസം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉപവാസമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവസന്നിധിയിൽ വന്നുപോയ കഴിഞ്ഞ ഒരു വർഷക്കാലം ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ, കുറ്റങ്ങൾ, ബലഹീനതകൾ, വീഴ്ചകൾ എവിടെയാണോ എന്ന് പരിശോധിക്കുവാനൊരു സാവകാശം.
അത് പരിശോധിച്ച് കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയുവാനൊരു സാവകാശം, ദൈവത്തോട് ക്ഷമ ചോദിക്കുവാനുള്ള സാവകാശം, അനുദപിക്കുവാനുള്ള ഒരു സാവകാശം, അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന് വിടപടച്ച് കളയുവാൻ തക്കവണ്ണം ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വന്ന് വീണ്ടും ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മുഖാന്തരമാക്കിയിട്ടാണ് അത് ദൈവം ഈ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഇന്ന് അനേകർക്ക് ഇപ്രകാരമുള്ള ഒരു സാവകാശം എടുക്കുവാൻ സമയമില്ല. ഒരു ദിവസം വേർതിരിച്ച ഒരു ഉപവാസ പ്രാർത്ഥനയെന്ന് പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ആധുനിക ക്രൈസ്തവ സഭകൾക്കും സമൂഹത്തിനും കഴിയുന്നില്ല. കാരണം ജനങ്ങൾ ഒരുപക്ഷെ അതിന് കടന്നു വരികയില്ല. കാരണം അവരെ സംബന്ധിച്ച് 1-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഏതെങ്കിലും ഒരു ആരാധനാ രീതിയാണ് അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഫാസ്റ്റിംഗ് പ്രെയർ എന്ന് പറയുന്ന അനേകരെ ഞാൻ കണ്ടുമുട്ടാറുണ്ട്. എത്ര നേരമാണ് ഫാസ്റ്റ് ചെയ്യുന്നത്? 6 മണിക്കൂർ. തലേദിവസം രാത്രി ഭക്ഷണം കഴിച്ച് രാവിലെ ഒന്നും കഴിക്കാതെ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കും അത് ഫാസ്റ്റിംഗ് പ്രെയർ. ഇതല്ല സഹോദര ഫാസ്റ്റിംഗ് പ്രെയർ, ഇതല്ല സഹോദരി ഫാസ്റ്റിംഗ്. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വേറിട്ടിരുന്ന് മറ്റെല്ലാ കാര്യവും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സ്വയം പരിശോധന നടത്തിക്കൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നുപോയ വിടവുകൾ എവിടെയാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ പോകുന്ന വീഴ്ചകൾ എവിടെയാണ്, ദൈവത്തിൻ്റെ കോപത്തിലേക്ക് നമ്മെ നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവയൊക്കെ പരിശോധിക്കുവാനുള്ള സാവധാനത നമുക്കുണ്ടാകണം. ഇവയൊക്കെയും പരിശോധിക്കുവാൻ കഴിയണമെങ്കിൽ ശാന്തതയോടെ ദൈവസ്ഥലത്ത് ഇരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം ഉപവസിക്കുവാൻ തക്കവണ്ണം കൽപ്പിച്ചിരിക്കുന്നത്. ഉപവാസ പ്രാർത്ഥനയുടെ അന്തസത്തയും ഇതുതന്നെയാണ്. പക്ഷേ പലപ്പോഴും ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളുവാനോ ആധുനിക ക്രൈസ്തവ സമൂഹത്തിന് കഴിയുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് ഒരു ദിവസം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് 24 മണിക്കൂർ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുവാൻ തക്കവണ്ണം പലപ്പോഴും പലർക്കും കഴിയാറില്ല. എങ്ങനെയാണ് ചിലവഴിക്കുന്നത്? വളരെ തിരക്കാണ്. എന്നാൽ സഹോദര സഹോദരി, നീ ഒന്ന് കിടപ്പിലായി കഴിഞ്ഞാൽ 24 അല്ല 240 മണിക്കൂറായാലും കടന്നു കഴിഞ്ഞാൽ നിനക്ക് എഴുന്നേൽക്കാൻ കഴിയണമെങ്കിൽ, നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ചരിഞ്ഞ് കിടക്കാൻ കഴിയണമെങ്കിൽ, ഒന്ന് തീരണമെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ കരുണയും കൃപയും കാവലും ആവശ്യമാണെന്നുള്ളത് പലപ്പോഴും മറന്നു പോവുകയാണ്. അത് ലോകത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ ലൗകിക സൗഭാഗ്യങ്ങൾ നേടുവാനുള്ള വെമ്പലിൽ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് വേറിട്ടിരിക്കുവാൻ തക്കവണ്ണം ഇന്ന് അനേകർക്ക് സമയം കണ്ടെത്തുവാൻ കഴിയുകയില്ല. അതിനവർ പഴി പറയണം. എന്തിനാണ്? പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. കാരണം നിൻ്റെ പ്രാർത്ഥന രാവിലെയുമായിട്ടുള്ള പ്രാർത്ഥന സാധാരണയായുള്ള പ്രാർത്ഥന, എന്നും ജോലിയുള്ള പ്രാർത്ഥന. നിനക്ക് ദൈവസന്നിധി ഇരിക്കുവാനോ, നിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുവാനോ, നിൻ്റെ ജീവിതത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കുവാനോ, നിൻ്റെ ജീവിതത്തിൽ വന്ന വിടവുകൾ എവിടെയാണ്, നിൻ്റെ വീഴ്ചകൾ എവിടെയാണെന്ന് പരിശോധിക്കുവാനോ കഴിയുന്നില്ല. അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ, അപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ ആ ദൈവസ്ഥലത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇത് ദൈവവുമായിട്ട് ഒരുക്കിയിരിക്കുന്ന കാര്യമാണ്. ഇത് പുതിയതായിട്ടൊരു ശുശ്രൂഷ കണ്ടുപിടിച്ച കാര്യമല്ല. മാത്രമല്ല, ദൈവം പറയുന്ന പരമോന്നതമായ കാര്യം ഇത് എന്നേക്കുമായിട്ടുള്ള ചട്ടമാണ്. എന്നേക്കും. ഇതൊരു കാലഘട്ടത്തിലേക്ക് മാത്രമല്ല, പഴയ നിയമകാലത്തേക്ക് മാത്രമല്ല, പുതിയ നിയമകാലത്തേക്ക്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഉപവാസത്തിനായിട്ട് പരമപ്രാധാന്യം നൽകിയത്. 40 ദിവസം അദ്ദേഹം ഉപവസിച്ചു. ഉപവാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ജനങ്ങളെ പഠിപ്പിച്ചു. കാരണം എന്താണ്? ഇതെന്നേക്കുമുള്ള ചട്ടമാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ച് നമ്മൾ അല്പം ആരാധനയ്ക്കായിട്ട് സമയം വേർതിരിച്ചാൽ മനോഹരമായിട്ട് ആരാധിച്ചാൽ എല്ലാം പൂർണ്ണമാക്കുന്നത് നാം ധരിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം, നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം, കഴിഞ്ഞകാല ജീവിതത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് പുതിയ സൃഷ്ടികളായിക്കൊണ്ട് പുതിയതായിട്ടുള്ള ജീവിതം ആരംഭിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ആരാധനകൾ ദൈവസന്നിധിയിൽ സൗരഭ്യമുള്ള ധൂപങ്ങളായി മാറുന്നത്. നമ്മുടെ ആരാധനകൾ ദൈവസന്നിധിയിൽ പ്രസാദകരമായി മാറുന്നത് നമ്മുടെ പാപങ്ങൾ കഴുകിക്കഴിഞ്ഞ് നാം ചെല്ലുമ്പോഴാണ്. നിങ്ങളെ തന്നെ കഴുകി വെടിപ്പാക്കുവാനാണ് ദൈവം പറയുന്നത്. നിങ്ങളുടെ സകല പാപങ്ങളും നീക്കി ശുദ്ധീകരിക്കുവാൻ ദൈവം ഇവിടെ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ശുദ്ധീകരണമാണ് ഉപവാസ പ്രാർത്ഥനയുടെ മുഖമുദ്ര. ഈ ശുദ്ധീകരണത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്നത്, അല്ല പ്രാർത്ഥിക്കുന്നതല്ല പ്രാധാന്യം. പ്രാർത്ഥനയിലൂടെ ശുദ്ധീകരണം സാധ്യമാകണം. ഒരു കേവല നമ്മൾ കാണാപ്പാടം വെച്ചിരിക്കുന്ന ചില പ്രാർത്ഥനകൾ രാവിലെ ഉച്ചയ്ക്കുമായിട്ട് ഉരുവിടുന്നതല്ല. സ്ഥിരമായിട്ട് ഇനിയും അങ്ങനെ സ്വയമായിട്ടുള്ള പ്രാർത്ഥനയാണെങ്കിലും അങ്ങനെ ഉരുവിടുന്നതല്ല പ്രാർത്ഥന. പിന്നെയോ പശ്ചാത്താപത്തോടെ, അനുതാപത്തോടെ, ദൈവസ്ഥലിൽ നിന്ന് അകന്നുപോയെന്നുള്ള ബോധത്തോടെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പുതിയ ഒരു സൃഷ്ടിയായി തീരുവാനുള്ള പ്രക്രിയയാണ് ഉപവാസ പ്രാർത്ഥന ഒരുക്കുന്നത്. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവിൻ്റെ വലിയ സമയത്തിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് കൽപ്പിച്ചിരിക്കുന്നത് പോലെ കർത്താവ് അവിടുത്തെ സന്നിധിയിൽ വരുവാനും
കർത്താവെ ഞങ്ങളുടെ പാവങ്ങളെ കഴുകിക്കളയുവാൻ തക്കവണ്ണം കഴിഞ്ഞ കാല ജീവിതത്തെ പരിശോധിക്കുവാൻ അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവെ പുതിയ സൃഷ്ടികളായിക്കൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. അതിന് തക്കവണ്ണം കർത്താവ് തുടർന്നുള്ള ശുശ്രൂഷകളിൽ നിൻ്റെ മക്കളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നത് അവിടുത്തെ പുനനാമം മുഖത്തപ്പെടുവാനും ഉപവാസത്തോടും പ്രാർത്ഥനയോടും അവിടുത്തെ സന്നിധിയിൽ വന്ന് വെടിപ്പ് പ്രാപിച്ച് വിശുദ്ധി പ്രാപിച്ച് കഴുകൽ പ്രാപിച്ച് അതേ കർത്താവെ പാപത്തിൽ നിന്ന് സമ്പൂർണ്ണമായി വിമോചിക്കപ്പെട്ട് അവിടുത്തെ തിരുനാമമഹത്വത്തിനായിട്ട് പ്രവർത്തിപ്പാനും അവിടുത്തെ പരിശുദ്ധാത്മകയിൽ പ്രവർത്തിപ്പാനും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ. ആം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.